കുറച്ച് സൂത്രങ്ങൾ നമ്മൾ അറിഞ്ഞ് നമ്മൾ അടുക്കള ജോലികൾ ചെയ്താൽ വളരെ എളുപ്പത്തിൽ വീട്ടുജോലികൾ തീർക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആരും കുറ്റം പറയേണ്ട അവസരവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് ടിപ്സ് കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ പാലാകട്ടെ, വെള്ളമാകട്ടെ, ചായ ആകട്ടെ, എന്ത് ഇതുപോലെ ഒഴിക്കാനായിട്ട് നോക്കിയാലും ഇതുപോലെ തുളുമ്പി പോകാറുണ്ട് അല്ലേ? ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രം, ഒരു ഗ്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു ഗ്ലാസ്സിലേക്ക്. ഒരിക്കലും പാല് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കരുത് കേട്ടോ. ടിഷ്യൂ കൊണ്ടോ പേപ്പർ കൊണ്ടോ തുടച്ചെടുക്കാവുള്ളൂ. അതിൻ്റെ സ്മെല്ല് വളരെ അധികം തുണിയിൽ നിന്ന് പോവില്ല. അപ്പോൾ നമ്മൾ ഈ പാല് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച സ്പൂൺ തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി പുറത്തേക്ക് പോവില്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ബാത്റൂം കഴുകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുറ്റത്ത് പണി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കയ്യുറ ഇടാറുണ്ട്. പക്ഷേ കയ്യുറയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്കാവൂലെങ്കിലും നമുക്ക് ആ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഇറങ്ങി ഇങ്ങനെ വരും, പിന്നെ കയ്യിൽ നിന്ന് ലൂസായി പോവുക, അങ്ങനെയുള്ള പ്രോബ്ലം. ഈവൻ നമ്മളുടെ കവറിട്ട് നമ്മൾ ചെയ്യൂലേ, അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സൂത്രം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് റബ്ബർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കുടുക്കിട്ടതിന് ശേഷം കൈവിരലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എത്ര മണിക്കൂർ ഈ ഒരു കയ്യുറട്ട് ജോലി ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് കവർ ആവട്ടെ, പ്ലാസ്റ്റിക് കവർ ആകുമ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന് ലൂസാക്കിയിട്ട് ഒരു വിരലിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. എത്ര ചെയ്താലും ഒരു തരി അനങ്ങാതെ തന്നെ അത് അവിടെ ഇരുന്നോളും. നമ്മൾ കയ്യിൽ അഴുക്കും ആകൂല, അസ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വലിയ ക്യാനുകളൊക്കെ ഉണ്ടാവും. ചില ക്യാനിൽ നമുക്ക് പിടി ഉണ്ടാവില്ല. എണ്ണ വാങ്ങുന്ന ക്യാനാകാം, ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലാകാം. നമുക്ക് പിടിയില്ലാണ്ടാകുമ്പോൾ കുറച്ച് നേരം നമ്മൾ കയ്യിൽ കുറേ നേരം പിടിച്ച് കഴിയുമ്പം വളരെ ബുദ്ധിമുട്ടല്ലേ, അസ്വസ്ഥതയാകും, കൈവേദനയാകും. അപ്പോൾ അതൊന്നുമില്ലാതെ പിടി ഉള്ള ഒരു ബോട്ടിൽ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു കയറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉളനൂലാണെങ്കിലും മതി. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മേളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു റൗണ്ട് പോലെ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് താഴോട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്ന ക്യാനാണെങ്കിലും നമ്മൾ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കൈ വേദനിക്കാതെ നല്ല കറക്റ്റായിട്ട്. കുട്ടികൾ സൈക്കിളിൽ എണ്ണ വാങ്ങാൻ പോകുമ്പോഴും അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾ സൈക്കിളിനാണ് പോകുന്നതെങ്കിലും നിങ്ങൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കുക കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ പാത്രങ്ങളിലാണെങ്കിലും ഈ ഒരു കെട്ട് പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്ട്രോങ് ആക്കി പിടിക്കാനായിട്ട് സാധിക്കും. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ടൂറൊക്കെ പോകുമ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ പിടിച്ച് കൈവേദന. പക്ഷേ ഇതൊന്നും ഇല്ല. ഇതുപോലെ ഇതേ കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. പല രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ചെയ്യുക. അടുത്തതായിട്ട് ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ സമയം എടുക്കും അതൊന്ന് മെൽറ്റായി വരാനായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ അതൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഭയങ്കര ചൂടൊന്നും വേണ്ട, നല്ല ഒരുവിധം ചൂടാക്കി എടുക്കുക. തിളക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ആ വെള്ളം കൊട്ടിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ബട്ടർ നല്ല പോലെ തന്നെ മെൽറ്റായി കിട്ടുന്നത്. നമ്മൾ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ബട്ടർ പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഹറിബറിയിൽ രാവിലേക്ക് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും ബട്ടർ എടുത്ത് പുറത്ത് വെക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇത് മെൽറ്റാക്കി എടുക്കാൻ കുറേ സമയമെടുക്കും. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ നമ്മളുടെ ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ സ്പ്രെഡ് ചെയ്യുമ്പം ഈ നല്ല ഈവൺ ആയിട്ട് വരില്ല, ഇങ്ങനെ കട്ട പിടിച്ച പോലെയല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു അരിപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചീകിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈവൺ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി മഴക്കാലമായി ജലദോഷം, തുമ്മൽ, എന്താ പറയുക, ശരീരവേദന ഇവയെല്ലാം വരാനിരിക്കുന്ന കാലം. കർക്കിടകം കൂടി ആകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. പനിയുടെ ശരീരം വേദനയാകട്ടെ, ഏതൊരു വേദനയാകട്ടെ, ഇപ്പോൾ ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. ആവശ്യത്തിന് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ്സിന് ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് മൈഗ്രെയിൻ, തലവേദന, അതുപോലെ തന്നെ വളരെ അധികം ശരീരം വേദനയൊക്കെ തോന്നുമ്പോൾ ചെയ്യുന്ന ഒരു സൂത്രമാണ്. ഇതെനിക്കൊരു വൈദ്യൻ പറഞ്ഞു തന്ന
ഒരു സൂത്രം തന്നെയാണ് കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും റിസൾട്ടാണ് കിട്ടുന്നത്, 100% റിസൾട്ടാണ് കിട്ടുന്നത്. ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന ബട്ടറാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് തീർന്നു പോയി. ഇനി ഉണ്ടാക്കാനായിട്ട് പാടം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബട്ടറാകുമ്പോൾ ഇത്തിരിയും കൂടി എഫക്റ്റീവാണ് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുടിച്ചു നോക്കട്ടെ. ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൈഗ്രെയിൻ ആകട്ടെ, ശരീരവേദന ആകട്ടെ, എല്ലാത്തിനും ഒരു റിലാക്സ് കിട്ടുന്നതാണ്. നമ്മളുടെ ആ ഒരു തലക്ക് ഇങ്ങനെ കനം പോലെ ഭയങ്കര വേദനയല്ലേ, മൈഗ്രെയിൻ ആണെങ്കിലും തലവേദന ശരീരവേദനയാണെങ്കിലും ഇങ്ങനെ കല്ലച്ച പോലെയുള്ള വേദന വരെയും പിടിച്ച് നിർത്തിയ പോലെ നമുക്ക് റിലീഫ് കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. അടുത്തതായിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ പല അസ്വസ്ഥതകൾക്കും, ശരീരം വേദന, യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, അല്ലാണ്ട് നമുക്ക് വരുന്ന ശരീരം വേദന, വായിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, വായ്പുണ്ണ്, വായ് പൊട്ടുക, പല്ലിൻ്റെ അസ്വസ്ഥതകൾ, അതുപോലെ ലൂസ് മോഷൻ, വയറ്റിൽ നിന്ന് പോകുന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് പോകുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഈ ഒരു പൊടി വീട്ടിലൊന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. ഇതൊക്കെ ഞാനൊരു ഡോക്ടറായിട്ട് ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ പണ്ട് കാലം മുതലേ നമ്മളുടെ പൂർവികർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ വലിയ ഡോക്ടറാണ്, ഒന്നും അങ്ങനെയല്ല. നമുക്ക് നമ്മളുടെ കാരണവന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ബാർലി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് നമ്മളുടെ അയ്മോദകം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ ഡോക്ടർമാർ അങ്ങനെയൊന്നും ആയിട്ടല്ല നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പല കാര്യങ്ങളും നമുക്ക് എനിക്കിപ്പോൾ എൻ്റെ ഉമ്മയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളെ കുട്ടികളാകുമ്പോൾ നമ്മളിതൊക്കെ ചെയ്തു നോക്കും. അതിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ഞാനിതിപ്പോൾ എൻ്റെ മോൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വളരെ അധികമാണ്. അപ്പം മിക്കപ്പോഴും വരാറുണ്ട്. അപ്പം ഞാനിത് ചെയ്തു കൊടുക്കാറുണ്ട്. മരുന്ന് കഴിക്കണം, പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ഹോം റെമഡീസൊക്കെ വളരെ നല്ലതാണ്. പെട്ടെന്നൊരു ലൂസ് മോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. ശരീരത്തിന് നീർക്കെട്ട്, അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ ഒരു വെള്ളം കാച്ചിയൊന്ന് കുടിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട്, നീര് വീണിട്ടുള്ള ശരീരവേദനയൊക്കെ ഇല്ലേ, അത് പെട്ടെന്ന് തന്നെ ഇത് കുടിച്ചൊരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് ഒരു 1/4 ടീസ്പൂൺ മതി. ഇത് വെള്ളത്തിൽ നമ്മളൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കാച്ചി കുറുക്കി എടുക്കുക കേട്ടോ. നല്ലതുപോലെ തന്നെ ഇങ്ങനെ ആ ഒരു ബാർലിയും അതുപോലെ തന്നെ അയ്മോദകവും പെരിഞ്ജീരകവും ഒന്ന് വെന്ത് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരീരത്തിന് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും, ഇപ്പോൾ ചെറിയ ഒരു പനിക്കോളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. ബാർലി നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകാതെ നമുക്ക് ഇതുപോലുള്ള, ഞാനൊക്കെ അങ്ങനെയാണ്, കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി മാറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കുക. ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡോക്ടറോട് ചോദിക്കാറുണ്ട്, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഏതൊരു മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അവർ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടറെ കൊണ്ടേ കാണിക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇടുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടുക. ഇത്തിരിയും കൂടെ എഫക്റ്റ് കിട്ടും ഈ ഒരു ബട്ടർ കൂടി ചേർക്കുമ്പോൾ. ഇതിൽ മധുരമോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. അങ്ങനെ കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു നുള്ള് ഇന്ദുപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കുക കേട്ടോ. ജലദോഷം, അതുപോലെ തന്നെ വയറിളക്കം, വയറ് മുറുകിയാലും എല്ലാത്തിനും
എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ ഒരു പൊടിക്കുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു പൊടി വീട്ടിലെന്നും പൊടിച്ച് വെക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുട്ടികൾക്ക്, മുതിർന്നവർക്കും, വയസ്സായി പ്രായമുള്ളവർക്കും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.